അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വ്യത്യസ്തമായ രുചിയിലുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മത്തി പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും പല രീതിയിൽ മത്തി പൊള്ളിക്കാറുണ്ട്, മത്തി കറി വെക്കാറുണ്ട്, മത്തി വറക്കാറുണ്ട്, പല രീതിയിലുള്ള റെസിപ്പികൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് അല്ലേ. പക്ഷെ ഈ ഒരു രീതിയിൽ നമ്മൾ മത്തി പൊള്ളിക്കുകയാണെങ്കിൽ ഇനി നമ്മൾ ഈ ഒരു രീതി മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. അത്രയ്ക്ക് സ്വാദിഷ്ടമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5-8 പീസ് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിട്ട് കൊടുക്കുന്നത് ഒരു സവാള ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഒരുപാട് ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഒരു തക്കാളി ഇതേപോലെ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. ആ സവാളയും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നോട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതേപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തത് കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അതൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ എല്ലാത്തിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി അത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഇവിടെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം തന്നെയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറിവേപ്പില എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. ഞാൻ ധാരാളം കറിവേപ്പില ഉപയോഗിക്കും എല്ലാ കറികളിലും. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 2 കുടംപുളിയുടെ പീസ് ഇതേപോലെ നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വെള്ളം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ടൊന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മത്തിയാണ് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അനുസരിച്ചിട്ട് വേണം നമ്മളുടെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മത്തിയാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിലൊക്കെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ഇതാണ്, കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവുന്നുണ്ട് അല്ലേ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഗ്രേവിക്ക്. അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഊണ് കഴിക്കാനായിട്ട് ഇതിൻ്റെ ഗ്രേവി മാത്രം മതി കേട്ടോ. വേറെ ഒരു കറികളുടെ ആവശ്യമില്ല. നല്ല അത്രയ്ക്ക് ടേസ്റ്റാണത്. നമുക്ക് ഇതിൻ്റെ ഉപ്പും മുളകൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം ഉണ്ട് കേട്ടോ, ഉപ്പും മുളകും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനൊരു കുറച്ച് ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി കുറച്ചൊന്ന് ഇതിൻ്റെ ചൂടൊക്കെ ആറി വരുമ്പോൾ നമ്മളുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആവും കേട്ടോ. പിന്നെ നമ്മൾ അതൊന്ന് അടച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്ന് നോക്കണത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല അതിൻ്റെ ആ ഗ്രേവിയൊക്കെ കണ്ടോ, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഒരു ഇലയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുവരെ എല്ലാവർക്കും ബൈ ബൈ.